महाभारतं महाभारतं यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय सम्भवामि युगे युगे. പാഞ്ചാലി സ്വയംവരം കഴിഞ്ഞ് അതിൽ പരാജിതരായ രാജാക്കന്മാരൊക്കെ അവരവരുടെ രാജ്യത്ത് എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ചാരന്മാർ വഴി അവരറിഞ്ഞിരുന്നു കൃഷ്ണ വരിച്ചത് അർജുനനെയാണ്. അവർ ഇപ്പോൾ ദ്രുപദന്റെ രാജധാനിയിൽ 5 പേരും ദ്രൗപദിയെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നു എന്നും അവരൊക്കെ അറിഞ്ഞു. അങ്ങനെ ദുര്യോധനാദികളും ഈ വിവരം അറിഞ്ഞ് ശരിക്കും അമ്പരന്നു പോയി. പുരോചനന് എന്ത് ബുദ്ധിശൂന്യതയാണ് സംഭവിച്ചത്, അവിടെ എന്താണ് പറ്റിയത് എന്ന് അവർക്കാർക്കും മനസ്സിലായില്ല. കാരണം പുരോചനൻ മരിച്ചുപോയി. അതുകൊണ്ട് ഇനി ആരോടും ചോദിക്കാനും പറ്റില്ല ഇതെന്താണ് സംഭവിച്ചത് എന്ന്. എന്തായാലും ആ അമർഷമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ദുര്യോധനനും ശകുനിയും കർണനും അശ്വത്ഥാമാവും ഒക്കെ ഹസ്തിനാപുരിയിലെത്തിയത്. എന്നാൽ ഇതറിഞ്ഞ് വിതുരർക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ദുശാസനൻ പറയുകയാണ് ദുര്യോധനനോട്, അവരാ ബ്രാഹ്മണ വേഷത്തിൽ വന്നതുകൊണ്ടാണ് കൃഷ്ണയെ ലഭിച്ചത്. എന്തായാലും ദൈവവിധി ആർക്കും തടുക്കാൻ സാധിക്കില്ല, പൗരുഷം അത് കഴിഞ്ഞേ ഉള്ളൂ എന്നൊക്കെ ദുശാസനൻ അഭിപ്രായം പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് വിതുരർ ധൃതരാഷ്ട്രരുടെ അടുത്ത് വന്നിട്ട് പറയും, രാജാവേ, അങ്ങ് അറിഞ്ഞുവോ, കുരുകുലം വർദ്ധിച്ചിരിക്കുന്നു. അതായത് പുതിയ ഒരു അതിഥി കൂടെ നമ്മുടെ കുലത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കിയത്. ധൃതരാഷ്ട്രർ കരുതിയത് സ്വയംവരത്തിന് പോയ അവരൊക്കെ ജയിച്ചു വന്നിരിക്കുകയാണ്, തൻ്റെ മകനായ ദുര്യോധനനാണ് കൃഷ്ണയെ വരിച്ചത് എന്നാണ്. അങ്ങനെ വിചാരിച്ചിട്ട് ധൃതരാഷ്ട്രർ സന്തോഷം കൊണ്ട് പറഞ്ഞു, നന്നായി നന്നായി വിതുര, ഇതിൽ പരം ഒരു സന്തോഷ വാർത്ത എനിക്ക് കേൾക്കാനില്ല. വേഗം കൃഷ്ണയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കണം, ദുര്യോധനനോട് അവളെ കൂട്ടി വരാൻ പറയൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ വിതുരർ പറഞ്ഞു, രാജാവേ, അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പാണ്ഡവർ മരിച്ചിട്ടില്ല, കൃഷ്ണ വരിച്ചത് അർജുനനെയാണ്. ഇപ്പോൾ അവൾ 5 പേരുടെയും പത്നിയായിട്ട് ദ്രുപദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവരെല്ലാവരും സുഖമായി ജീവിക്കുന്നു. ഇത് കേട്ട് ധൃതരാഷ്ട്രരുടെ മുഖം വിളറിപ്പോയി. പക്ഷേ എങ്ങനെയാണ് ആ ഒരു അമർഷം അല്ലെങ്കിൽ അമളി പുറത്ത് കാണിക്കുന്നത്? അതുകൊണ്ട് വീണ്ടും അതേ കാര്യം തന്നെ ആവർത്തിച്ചു. ഓ, ആണോ, പാണ്ഡവരാണോ, പാണ്ഡവർ മരിച്ചിട്ടില്ലല്ലേ, ഭാഗ്യം ഭാഗ്യം എന്നൊക്കെ അഭിനയിക്കുകയാണ്, വേറെ വഴിയില്ല. അങ്ങനെ വിതുരരോട് പറഞ്ഞു, എന്തായാലും അവർ ഇപ്പോൾ ധീരന്മാരായിട്ട് തിരിച്ചു വന്നു. മാത്രമല്ല ഇപ്പോൾ പുതിയൊരു ബാന്ധവം കിട്ടിയിരിക്കുന്നു. ദ്രുപദനെപ്പോലൊരു രാജാവിൻ്റെ ബന്ധുത്വം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഭാഗ്യമുണ്ടോ എന്നൊക്കെ ധൃതരാഷ്ട്രർ വെറുതെ അങ്ങ് തട്ടിവിട്ടു. അങ്ങനെ വിതുരർ പറഞ്ഞു, എന്തായാലും അങ്ങയുടെ ഈ വാക്കുകൾ 100 വർഷം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇങ്ങനെ തന്നെ അങ്ങ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിതുരർ അവിടെ നിന്ന് പോയി. അപ്പോൾ ഇതൊക്കെ മറഞ്ഞിരുന്ന് ദുര്യോധനനും കർണനും കേൾക്കുന്നുണ്ട്. വിതുരർ പോയ തക്കം നോക്കി ദുര്യോധനനും കർണനും ധൃതരാഷ്ട്രരുടെ അടുത്തു വന്നു. അപ്പോൾ ദുര്യോധനൻ അച്ഛനോട് ചോദിക്കുകയാണ്, എന്താണ്, അങ്ങും പക്ഷം മാറിയോ? പാണ്ഡവരെ അഭിനന്ദിക്കുന്നതൊക്കെ കേട്ടുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? വിതുരൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ അമർഷം, എൻ്റെ നിരാശ എനിക്ക് കാണിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് വിതുരരുടെ മുന്നിൽ അങ്ങനെയേ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിങ്ങൾ പറയൂ, എന്താണ് ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ ദുര്യോധനൻ
ഒരുപാട് ഉപായങ്ങൾ ഇങ്ങനെ അക്കമിട്ട് നിരത്തുകയാണ്. ഒന്ന്, ആദ്യം പറഞ്ഞത് നമുക്ക് ബ്രാഹ്മണരെ വിട്ടിട്ട്, വിശ്വസ്തരായ ബ്രാഹ്മണരെ വിട്ട് ആ ദ്രുപദ രാജ്യത്ത് ചെന്ന് ഈ കൗന്ദേയരെയും മാദ്രേയരെയും തമ്മിൽ തെറ്റിക്കണം. അതായത് കുന്തിയുടെ മക്കളാണ് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ. മാദ്രിയുടെ മക്കളാണ് നകുലനും സഹദേവനും. ഇങ്ങനെ ഒരു വിഭാഗീയത ഇവർക്കിടയിൽ ഉണ്ടാക്കണം. അതിന് കൗശലപൂർവം ആ ബ്രാഹ്മണർ ശ്രമിക്കണം. അതാണ് ഒരു ഉപായം. ഇനി രണ്ടാമത്തെ ഉപായം, ദ്രുപദനെ നമ്മുടെ വശത്താക്കണം. അത് ധനം കൊടുത്തോ എങ്ങനെയെങ്കിലും. എന്നിട്ട് ഈ പാണ്ഡവരെ അവിടെ നിർത്താൻ കൊള്ളില്ല എന്ന് ദ്രുപദനെ ബോധിപ്പിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ട് ദ്രുപദൻ അവരെ അവിടെ നിന്ന് പുറത്താക്കണം. പിന്നെ നമുക്ക് നമ്മുടെ വഴിയെ അവരെ വധിക്കുകയോ അല്ലെങ്കിൽ നാടുകടത്തുകയോ എന്ത് രീതിയിലും പിന്നെ എന്തെങ്കിലും ചെയ്യാം. അതാണ് അടുത്ത ഉപായം. മറ്റൊന്ന് പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഭീമനെ വകവരുത്തണം. കാരണം ഭീമനാണ് അവരുടെ ബലം. യുധിഷ്ഠിരൻ ഭീമനെ കണ്ടിട്ടാണ് ഇത്ര അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുന്നത്. മാത്രമല്ല വീരശൂരപരാക്രമിയായ അർജുനനും ഭീമന്റെ സഹായമാണ് ഒരു ധൈര്യം. അതുകൊണ്ട് ഭീമനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അങ്ങനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശക്തി പകുതി ചോർന്നു എന്ന് തന്നെ പറയാം. എന്നിട്ട് അവരെ തഞ്ചത്തിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ അവരെ നമുക്ക് ചതിച്ചു കൊല്ലാം. ഇതായിരുന്നു മറ്റൊരു ഉപായം. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു, നമുക്ക് സുന്ദരികളായ സ്ത്രീകളെ വിട്ടിട്ട് അവരെ വശീകരിക്കാൻ പറയണം. അങ്ങനെ കൃഷ്ണ അവരെ തള്ളിപ്പറയണം. ഇതിലേതാണ് നല്ലത് എന്ന്, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ കൂടെ പറയൂ എന്ന് പറഞ്ഞപ്പോൾ കർണൻ പറഞ്ഞു, അങ്ങ് എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? പാണ്ഡവന്മാരെ ചെറുപ്പം മുതലേ അങ്ങേക്കറിയാവുന്നതാണ്. അങ്ങയുടെ കൂടെയാണ് അവർ കളിച്ചു വളർന്നത്. അന്ന് തന്നെ അങ്ങ് പല വിധത്തിൽ അവരെ കൊല്ലാൻ നോക്കിയതാണ്. എന്നിട്ട് സാധിച്ചുവോ? ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് ഇത്രയും വളർന്ന് വീരശൂര പരാക്രമികളായിരിക്കുന്ന അവരെ അങ്ങീ പറയുന്ന ഒരു വഴിയിലും കൊല്ലാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ സാധിക്കുകയില്ല. ദ്രുപദൻ അവരെ അത്രമേൽ വിശ്വസിക്കുന്നു. പിന്നെ ദ്രുപദന് അങ്ങയുടെ ധനമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചും അങ്ങ് ചിന്തിക്കേണ്ടതില്ല. പിന്നെ എന്ത് കാര്യത്തിനും അവരുടെ കൂടെ കൃഷ്ണനുണ്ട്. അവർക്കൊരാപത്ത് വന്നു എന്ന് കേട്ടാൽ സ്വന്തം രാജ്യവും മറ്റെല്ലാം വിട്ടുകൊണ്ട് കൃഷ്ണൻ അവരുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് ഇത്രയും ബന്ധുബലവും ഒക്കെ ആയ സ്ഥിതിക്ക് അങ്ങീ പറയുന്ന ഒരു ചതിപ്രയോഗവും നമുക്ക് ഇപ്പോൾ അവരുടെ മേൽ പ്രയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പടയുമായി അങ്ങോട്ട് ചെല്ലണം. ധീരന്മാരായ ക്ഷത്രിയന്മാരെ പോലെ നമുക്ക് യുദ്ധം ചെയ്യണം. മാത്രമല്ല കൃഷ്ണനൊക്കെ അവരുടെ സഹായത്തിന് എത്തും മുൻപേ ആ രാജ്യം ആക്രമിച്ച് ദ്രുപദനെ കീഴടക്കണം, പാണ്ഡവരെ കീഴടക്കണം, പറ്റിയാൽ അവരെ ആ യുദ്ധത്തിൽ വധിക്കാം. ഇതാണ് വീരന്മാർക്ക് ചേർന്നത് എന്ന് കർണൻ പറഞ്ഞു. അപ്പോൾ ഇതിനോട് ധൃതരാഷ്ട്രരും യോജിക്കുകയാണ്. കർണൻ പറഞ്ഞതാണ് ശരി, ഇതാണ് ക്ഷത്രിയന്മാർക്ക് യോജിച്ച വഴി എന്ന് അവരങ്ങനെ പറഞ്ഞു. എന്നാൽ ഇവരുടെ മാത്രം അഭിപ്രായത്തിൽ ധൃതരാഷ്ട്രർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ മന്ത്രിമാരെ പോലെ, അതായത് രാജാവിന് എന്ത് കാര്യത്തിനും ആശ്രയിക്കാൻ പറ്റിയ മന്ത്രിമാരെ പോലെയാണ് ഭീഷ്മരും ദ്രോണരുമൊക്കെ. അതുകൊണ്ട് അവരോടും കൂടെ അഭിപ്രായം ചോദിച്ചിട്ട് നമുക്കിതിനൊരു തീരുമാനമെടുക്കാം എന്ന് ധൃതരാഷ്ട്രർ പറഞ്ഞു. പാണ്ഡവരെ ആക്രമിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഭീഷ്മർ പറഞ്ഞു, എനിക്കൊരിക്കലും ഇതിനോട് യോജിക്കാൻ സാധിക്കില്ല. കാരണം പാണ്ഡവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരോട് പോയി കലഹിക്കാൻ മാത്രം അവരെന്ത് തെറ്റാണ് ചെയ്തത്? മാത്രമല്ല നിങ്ങളെപ്പോലെ തന്നെയാണ് അവരും. എന്നിട്ട് ധൃതരാഷ്ട്രരോട് പറഞ്ഞു, അവരും ഈ രാജ്യത്തിൻ്റെ സ്വത്താണ്. മാത്രമല്ല ഇപ്പോൾ തന്നെ ആളുകൾക്കിടയിൽ ഒരു സംസാരമുണ്ട്, അങ്ങയുടെ അറിവോടുകൂടിയാണോ പുരോചനൻ അവരെ ചതിക്കാൻ നോക്കിയത് എന്നൊക്കെ ഒരു സംസാരമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ
ദുഷ്പേര് നമുക്കെല്ലാവർക്കും ഉണ്ടാകും. അതിനിടയിൽ വീണ്ടും അവരെ ദ്രോഹിക്കാനായിട്ട് അവരോട് യുദ്ധം ചെയ്യാൻ പോയാൽ ഉറപ്പായും അങ്ങേക്കും എനിക്കുമൊക്കെ ദുഷ്കീർത്തി ഉണ്ടാകും. അതൊരിക്കലും പാടില്ല. ജനങ്ങളുടെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട്, അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഒരുപാട് കാലം ഒരു രാജാവിനും ഭരിക്കാൻ സാധിക്കില്ല. അതങ്ങ് മനസ്സിലാക്കണം. ജനങ്ങളൊക്കെ പാണ്ഡവ പക്ഷത്താണ്. അതുകൊണ്ട് ഇനിയെങ്കിലും അവരോട് നല്ല രീതിയിൽ നിന്നിട്ടില്ല എങ്കിൽ അങ്ങ് അറിഞ്ഞുകൊണ്ടാണ് വാരണാവതത്തിലെ ചതി നടന്നതെന്ന് ജനങ്ങൾ ഉറപ്പായും വിശ്വസിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ നിന്ന്, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കാൻ ഞാൻ പറയുന്നു, ഈ രാജ്യം രണ്ടായി ഭാഗിക്കണം. എന്നിട്ട് പാണ്ഡവന്മാർക്ക് അർദ്ധരാജ്യം കൊടുക്കണം. അവിടെ അവർ ഭരിക്കട്ടെ. അപ്പോൾ ദ്രോണർ പറഞ്ഞു, ഭീഷ്മർ പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്കും. മാത്രമല്ല ഇപ്പോൾ അവർ അതിശക്തരാണ്. മാത്രമല്ല ഇപ്പോൾ തന്നെ ദൂതുമായിട്ട് വിശ്വസ്തനായ ഒരാളെ ദ്രുപദ രാജധാനിയിലേക്ക് അയക്കുക. എന്നിട്ട് അങ്ങ് പറയുന്നത് പോലെ ഒരു സന്ദേശം കൊടുത്തയക്കുക. പാണ്ഡവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്താനും അതിനുശേഷം അവർക്ക് അർദ്ധരാജ്യം കൊടുക്കാൻ അങ്ങ് ഉദ്ദേശിക്കുന്നു എന്ന് വ്യക്തമായി പറയുക. എന്നാൽ ഇത് കേട്ടപ്പോൾ കർണന് ദേഷ്യം വന്നു. കർണൻ അവരെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള മന്ത്രിമാർ രാജ്യത്തിന് അപമാനമാണ് എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഈ ഭീഷ്മരും ദ്രോണരുമൊക്കെ ഇവിടെ രാജാവിൻ്റെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഇത്തരത്തിലുള്ളവരുടെ വാക്കിനൊന്നും വില കൊടുക്കരുത് എന്നും കർണൻ പറയുന്നു. ഇത് കേട്ട് ദ്രോണർക്ക് ദേഷ്യം വന്നു. ദ്രോണർ ചോദിച്ചു, കർണ, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിനക്ക് പാണ്ഡവരോടുള്ള ദേഷ്യം തീർക്കാനുള്ള അവസരമല്ല ഇത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ പറയുന്നത് വേണമെങ്കിൽ കേൾക്കാം, അല്ല എങ്കിൽ ഈ കുരുവംശം നാശത്തിലേക്കാണ് എന്നും ദ്രോണർ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് വിതുരർ അവിടെ കൂടി എല്ലാവരോടുമായി പറഞ്ഞു, ഇവരുടെ അതേ അഭിപ്രായമാണ് എനിക്കും. കാരണം ഭീഷ്മർ പറഞ്ഞതുപോലെ വാരണാവതത്തിലെ ചതിക്ക് അങ്ങ് കൂട്ടുനിന്നു എന്നൊരു സംസാരം ആളുകൾക്കുണ്ട്. ആ കളങ്കം ഇല്ലാതാക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഇത്. മാത്രമല്ല ഇപ്പോൾ അവർക്ക് ദ്രുപദന്റെ ബന്ധുത്വമുണ്ട്. അതുപോലെ തന്നെ ബലരാമനും കൃഷ്ണനും അവരുടെ എന്ത് കാര്യത്തിലും കൂടെ ഉണ്ടാകും. കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ മാത്രമേ ജയമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കൃഷ്ണന്റെ സഹായത്തിൽ നിൽക്കുന്ന പാണ്ഡവരെ തോൽപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. അതൊരിക്കലും നടക്കില്ല. അതുകൊണ്ട് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം അവർക്ക് അർദ്ധരാജ്യം കൊടുക്കുക എന്നതാണ്. അങ്ങനെ ഇവരുടെയൊക്കെ അഭിപ്രായം കേൾക്കാതിരിക്കാൻ ധൃതരാഷ്ട്രർക്ക് സാധിച്ചില്ല. അദ്ദേഹത്തിനും തോന്നി ഇത് തന്നെയാണ് ഉത്തമമായ വഴിയെന്ന്. അങ്ങനെ അദ്ദേഹം വിതുരരോട് പറയുന്നു, അങ്ങ് തന്നെ ദ്രുപദന്റെ കൊട്ടാരത്തിൽ പോയി എനിക്കു വേണ്ടി ഈ സന്ദേശം അവരെ അറിയിക്കുക. അങ്ങനെ വിതുരർ ദ്രുപദന്റെ കൊട്ടാരത്തിലെത്തി. അപ്പോഴും അവിടെ ഭഗവാനും ബലരാമനുമൊക്കെ ഉണ്ട്. കാരണം സ്വയംവരം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അവരൊക്കെ രാജാവിൻ്റെ അതിഥികളായി അവിടെ താമസിക്കുകയാണ്. അങ്ങനെ വിതുരർ ധൃതരാഷ്ട്രരുടെ ഈ സന്ദേശം വായിച്ചു. അവരെ തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും അവിടെയും ഒരു കൂടിയാലോചന നടന്നു. കാരണം ഇവരെ ചതിച്ചതാണ് ഒരിക്കൽ. ആ ചതിയന്മാരുടെ അടുത്തേക്ക് തന്നെയാണ് വീണ്ടും ഇവരെ വിളിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിയാണോ, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു കൂടിയാലോചന വന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, സംശയിക്കേണ്ട, ഇപ്പോൾ അവർ ഹസ്തിനാപുരിയിലേക്ക് പോകട്ടെ. അങ്ങനെ ഭഗവാന്റെ തീരുമാനം ഇതാണ് എന്നറിഞ്ഞപ്പോൾ ദ്രുപദനും സമ്മതിച്ചു. അങ്ങനെ വലിയൊരു ഘോഷയാത്രയായിട്ട് തന്നെ പാണ്ഡവർ ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെട്ടു. കൂടെ ഭഗവാനും ബലരാമനും ഉണ്ടായിരുന്നു. ഒരു വലിയ സ്വീകരണം തന്നെയാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് ഏർപ്പെടുത്തിയത്. കൗരവരിൽ പ്രമുഖനായ വികർണൻ, അതുപോലെ കൃപാചാര്യർ, ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് പാണ്ഡവരെ സ്വീകരിച്ച് ആനയിച്ച് ഹസ്തിനാപുരിയിലേക്ക് കൊണ്ടുവന്നത്.
അവർ എല്ലാവരെയും നമസ്കരിച്ചു. അപ്പോൾ ധൃതരാഷ്ട്രർ അവരോട് പറഞ്ഞു, ഉണ്ണികളെ, നിങ്ങളുടെ നന്മയെ കരുതി ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം. നിങ്ങൾ ഇനിയും ഇവിടെ നിൽക്കുമ്പോൾ കൗരവരും ദുര്യോധനാദികളും നിങ്ങളും തമ്മിൽ ഒരു ഛിദ്രമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനിയും വേണ്ട. അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ അർദ്ധഭാഗം ഖാണ്ഡവപ്രസ്ഥം നിങ്ങൾക്ക് എഴുതിത്തരുന്നു. ഇനി മുതൽ അവിടെയാണ് നിങ്ങളുടെ രാജ്യം. അതാണ് നിങ്ങളുടെ രാജ്യം. നിങ്ങൾ അവിടെ പോയി ഭംഗിയായി രാജ്യം ഭരിച്ച് ജീവിക്കുക. അങ്ങനെ ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് അവർ ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക് യാത്രയായി. ഖാണ്ഡവപ്രസ്ഥമാണ് പിന്നീട് ഇന്ദ്രപ്രസ്ഥമായി അറിയപ്പെട്ടത്, അതായത് ഇന്നത്തെ ന്യൂഡൽഹി. അങ്ങനെ യുധിഷ്ഠിരനെ രാജാവാക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. മാത്രമല്ല, ആ സ്ഥലത്ത് വളരെ ഗംഭീരമായ കെട്ടിടങ്ങളും ഒരുപാട് രമ്യഹർമ്മ്യങ്ങൾ, കിടങ്ങുകൾ, ഉദ്യാനങ്ങൾ, ഇങ്ങനെ ശരിക്കും ഒരു ദേവനഗരി പോലെ ആക്കിത്തീർത്തു ആ ഇന്ദ്രപ്രസ്ഥം. മാത്രമല്ല, ധർമ്മപുത്രർ രാജ്യം ഭരിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പല ദേശങ്ങളിൽ നിന്നായിട്ട് അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തി. വ്യാപാരികൾ, അതുപോലെ നൃത്തവാദ്യക്കാർ, ഒരുപാട് പേർ. അവർക്കൊക്കെ രാജാവ് യുധിഷ്ഠിരൻ ഭരിക്കുന്ന ആ രാജ്യത്ത് ജീവിക്കാൻ വലിയ കൊതിയായി. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ സിംഹാസനാരോഹണമൊക്കെ വളരെ ഭംഗിയായി നടന്നു. അനുജന്മാരോടുകൂടി അവർ സുഖമായിട്ട് ആ ഖാണ്ഡവപ്രസ്ഥത്തിൽ അങ്ങനെ ജീവിച്ചു പോന്നു. ഇതിനിടയിൽ ഒരു ദിവസം നാരദ മഹർഷി അങ്ങോട്ടേക്ക് വരികയാണ്. നാരദ മഹർഷിയെ സ്വീകരിച്ചിരുത്തി അങ്ങനെ കുശലപ്രശ്നങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് നാരദ മഹർഷി യുധിഷ്ഠിരനോടായിട്ട് മാത്രം ഇപ്രകാരം ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതായത്, ഇപ്പോൾ കൃഷ്ണ നിങ്ങൾ 5 പേർക്കും പത്നിയാണ്. ഓർക്കണം, ഈ ലോകത്ത് കനകം മൂലവും കാമിനി മൂലവും ആണ് കലഹം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കലഹം ഉണ്ടാവാതിരിക്കാൻ ഞാനൊരു കാര്യം ആവശ്യപ്പെടുന്നു. ഒരു സുന്ദരിയായ സ്ത്രീ കാരണം കലഹിച്ച 2 അസുര സഹോദരന്മാരുടെ കഥ ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. സുന്ദനും ഉപസുന്ദനും, ഈ 2 അസുരന്മാർ എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടായിരുന്നു, ഒരു മനസ്സായിരുന്നു. ഇരു ശരീരവും ഒരു മനസ്സും എന്നതുപോലെയാണ് ഇവർ ജീവിച്ചത്. അങ്ങനെ ഇവർ തപസ് ചെയ്ത് 3 ലോകത്തിലും ആധിപത്യം നേടി, എല്ലാ അസുരന്മാരും ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെ ബ്രഹ്മാവിൽ നിന്ന് വരം നേടി. അതിൽ ചോദിച്ചത് ആദ്യം അമരത്വമാണ് ചോദിച്ചത്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അമരത്വം ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. എങ്കിൽ പിന്നെ ഒരിക്കലും പിരിയില്ല, അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന അമിതമായ ആത്മവിശ്വാസത്താൽ ഇവർ 2 പേരും ചോദിച്ച വരം, അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് ഞങ്ങൾ തമ്മിൽ മാത്രമേ കൊല്ലാൻ പാടുള്ളൂ, എന്നാൽ ഒരിക്കലും തമ്മിൽ തെറ്റില്ല എന്ന അമിത ആത്മവിശ്വാസത്തിൽ അവരങ്ങനെ എല്ലാവരെയും അടക്കി ഭരിച്ചു. അങ്ങനെ എല്ലാവരും ഇവരെ കൊണ്ട് പൊറുതിമുട്ടി ബ്രഹ്മദേവന്റെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് വിശ്വകർമാവിനോട് പറഞ്ഞു, ഈ ലോകത്ത് വെച്ച് ഏറ്റവും സുന്ദരിയായിട്ട് ഒരു നാരീരത്നത്തെ നിർമ്മിക്കണം, സൃഷ്ടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിലെ എല്ലാ വിശിഷ്ട വസ്തുക്കളും എള്ളോളം എടുത്ത്, അതാണ് തിലം, തിലം എന്നാൽ എള്ളോളം, ഓരോന്നിൻ്റെയും സാരാംശം എടുത്ത് അങ്ങനെ ഉത്തമയായ ഒരു നാരിയെ സൃഷ്ടിച്ചു. അതാണ് തിലോത്തമ. അങ്ങനെയുള്ള തിലോത്തമയെ ഈ സുന്ദന്റെയും ഉപസുന്ദന്റെയും അടുത്തേക്ക് അയക്കുകയാണ്. ഇവളെ കണ്ടതും സുന്ദൻ അവളുടെ വലത്ത് കൈ പിടിച്ചു, ഉപസുന്ദൻ അവളുടെ ഇടത്ത് കൈ പിടിച്ചു. സുന്ദൻ പറഞ്ഞു, ഇവൾ എൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ ഇവൾ നിനക്ക് ജ്യേഷ്ഠത്തിയാണ്. ഉപസുന്ദൻ പറഞ്ഞു, അതൊന്നും നടക്കില്ല, ഇത് എൻ്റെ ഭാര്യയാണ്, അപ്പോൾ അങ്ങേക്കിത് അനുജത്തിയാണ്, അനുജൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് അങ്ങ് കൈവിടൂ, പോരെ പൂരം. അവർ തമ്മിൽ അടിയായി. അവസാനം ഗദയെടുത്ത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കൊന്നു. അതോടെ അവരുടെ ശല്യം തീർന്നു കിട്ടി. അപ്പോൾ ഈ കഥ പറഞ്ഞിട്ട് നാരദ മഹർഷി പറഞ്ഞു, അതുകൊണ്ട് സൂക്ഷിക്കണം,
ദ്രൗപദി മൂലം നിങ്ങൾക്കിടയിൽ ഒരു കലഹം ഉണ്ടാവരുത്. അതിനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഓരോ വർഷം ഓരോ പാണ്ഡവൻ്റെ കൂടെ ദ്രൗപദി വസിക്കണം. അങ്ങനെ വസിക്കുന്ന ആ കാലയളവിൽ ദ്രൗപദിയെ മറ്റാരും കാണാൻ പാടില്ല. ഇനി അഥവാ കണ്ടാൽ, ഏതെങ്കിലും അബദ്ധവശാൽ അങ്ങനെ കാണുകയോ പരസ്പരം കണ്ടുമുട്ടിയാൽ ആ കാണുന്നയാൾ 12 വർഷം ബ്രഹ്മചാരിയായി കാട്ടിൽ വസിക്കണം. ഇങ്ങനെയൊരു നിർദ്ദേശവും നിബന്ധനയും നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. യുധിഷ്ഠിരൻ പറഞ്ഞു അങ്ങനെയാവാം. അങ്ങനെ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പിന്നീട് അങ്ങോട്ട് അവർ സുഖമായി ജീവിച്ചു പോന്നു. മഹാഭാരതം മഹാഭാരതം